നമസ്കാരം. സലിം കുമാറാണ് മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക്. നമസ്കാരം. നടൻ എന്നതിനപ്പുറത്ത് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കമ്പാർട്ട്മെന്റ് നിർമ്മാണം, പോസ്റ്റർ പിന്നിൽ പോസ്റ്റർ ഒട്ടിക്കലും ചെയ്തു ഒക്കെ ആയിരിക്കും. സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് ഈ സിനിമയുടെ ചിത്രീകരണ സമയത്താണ് താങ്കൾ ഏറ്റവും കൂടുതൽ തവണ മരിച്ചത്. ഈ മരണ വാർത്ത നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മരണത്തിന്റെ രഹസ്യം? മരണം എനിക്ക് പുത്തിരിയല്ല. കാരണം 10 പ്രാവശ്യം, അത് എനിക്ക് മുന്നേ മരിച്ചത് യേശുദാസാണ് ഏറ്റവും കൂടുതൽ 8 പ്രാവശ്യം വരുന്ന അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്. ആ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മരിച്ചതിൽ റെക്കോർഡ് എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നതിൽ റെക്കോർഡ് എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. പിന്നെ മരണം ഒരു വ്യക്തിയെ മഹാനാക്കും എന്നൊരു പഴമൊഴി എന്നിലൂടെ അന്വർത്ഥമാകുകയാണ്. അതിൻ്റെ ഞാൻ വായിച്ചപ്പോൾ മഹാനടൻ യാത്രയായി എന്നാണ് കൊടുത്തേക്കണത്, ക്യാപ്ഷൻ കൊടുത്തേക്കണതാണ്. അതെനിക്കിഷ്ടം ഏതായാലും. കാരണം മരിച്ചപ്പോഴെങ്കിലും എന്നെ ഒരു മഹാനായിട്ട്, അത് നിസ്സാര പേരല്ല, ഏതാണ്ട് ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്ത ഒരു ഇതായിരുന്നു അത്. അപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി, അത് വായിച്ചപ്പോൾ ഒരു കുളിരൊക്കെ തോന്നി. ഒന്നും മരിച്ചെങ്കിൽ എന്താ, ഞാൻ മഹാനായല്ലോ എന്നോർത്തൊരു സംതൃപ്തി തോന്നാതിരുന്നില്ല. വാർത്ത പ്രചരിക്കുന്ന ദിവസം സിനിമാക്കാരൊക്കെ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിക്കാറുണ്ടോ? അല്ല, സിനിമാക്കാർ എന്നെയല്ലേ വിളിക്കണത്. സിനിമാക്കാർ കുറച്ച് ബുദ്ധിമാന്മാരാണ്. വേറെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് എന്തോ പുള്ളിക്ക് എന്തോ അങ്ങനെ ആ ലൈനിലാണ്. അല്ലാത്ത ഈ പാവങ്ങളാണ് എന്നെ വിളിക്കണത്. ഹലോ, അപ്പോൾ ഞാൻ ഹലോ എന്തേ വിളിച്ച് സുഖല്ലേ രാത്രി വിളി. ഞാൻ പറഞ്ഞു എത്തോരം സമയം ഉണ്ടായിരുന്നു, ഈ അർദ്ധരാത്രിയൊക്കെ വിളിച്ചിട്ട് സുഖമില്ലേ. അപ്പോൾ ഒരു മരിച്ചെടുക്കുന്ന ആളെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്, അതൊന്നും ഇത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അങ്ങനത്തെ കൂടുതൽ അത് ആദ്യമായിട്ട് കഴിയണം. ഒരാൾ മരിച്ചു എന്ന് കേട്ടിട്ട് അയാളെ ഫോൺ ചെയ്യുക, അത് ലോകത്ത് എവിടെ നടക്കും? അത് ഭയമുണ്ടാക്കുന്ന കാര്യമാണ് മരണം. താങ്കൾക്ക് അത് അതിജീവിക്കാൻ കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ? അല്ല, എന്നെ കൊണ്ട് അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, അത് ഒരു അഹങ്കാരമായിട്ട് കൂട്ടരുത്, മരണം എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് വന്നിരിക്കും എന്നുള്ള കാര്യമാണ്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ എൻ്റെ മക്കളോട് തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അവരൊക്കെ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ട് കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ ഒരിക്കലും പോയിരിക്കണം, നിങ്ങളെ വിട്ട് എല്ലാം വിട്ട് ഞാൻ അവിടെ പോയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി ഈ ബാക്കിയുള്ള സംഭവങ്ങൾ പറയുന്ന സംഭവം ഇഷ്ടമല്ല. കാരണം ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, നേരൊക്കെ കാര്യങ്ങൾ പറയുക. ആണായിട്ട് ജനിച്ചു, ആണായിട്ട് ജീവിച്ചു, ആണായിട്ട് തന്നെ ആയിരിക്കും അവിടെ കെടുക്കുന്നത്. അതിലും ആ കെടുപ്പിലും ഒരു അഹങ്കാരം ഉണ്ടാവും. സിനിമയിലേക്ക് വന്നാൽ താങ്കൾ ആദ്യമായി സംവിധാനം ചെയ്യുകയാണ്. സകല പ്രവർത്തനങ്ങളിലും അതിൻ്റെ പിന്നണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രണ്ടാം വരവ് എന്ന് പറയുന്ന ഫയർമാൻ എന്ന സിനിമയിൽ ശക്തമായൊരു അഭിനയ രംഗത്തും വല്ലാത്തൊരു തിരിച്ചുവരവാണെന്ന് ആസ്വാദകരൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നു. താങ്കളുടെ സംവിധാനം ചെയ്ത സിനിമയിലേക്ക് വന്നാൽ ചിട്ടവട്ടങ്ങളെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മേക്കപ്പ് മാൻ ഇല്ലാത്ത, അസിസ്റ്റന്റ് ഡയറക്ടർ ഇല്ലാത്ത, ഇങ്ങനെ നിരവധി അസോസിയേറ്റ് ഡയറക്ടർ ഇല്ലാത്ത, സിനിമ പാലിച്ചു വരുന്ന പല രീതികളെയും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം മനഃപൂർവ്വമാണോ? ഇത്തരത്തിലുള്ള ശ്രമം എന്തുകൊണ്ടാണ് നടത്തിയത്? അല്ല, മനഃപൂർവ്വം ഇതിനും ഒരു സിസ്റ്റം, തുറന്നു സിസ്റ്റം തകർക്കാനൊന്നും ഒരു ലക്ഷ്യമൊന്നുമില്ല. ഈ മേക്കപ്പ് ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം പറയുന്ന സ്ഥലത്ത് മേക്കപ്പ് ഇത് ചെയ്യാറുള്ളൂ. അത് മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മേക്കപ്പ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അപ്പം ഞാനൊരു പടം ചെയ്യുമ്പോൾ, കാരണം ഈ ഡിജിറ്റലൊന്നും വെച്ചാൽ രോമകൂപങ്ങൾ വരെ കാണാം. ആ സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്ത് ഈ ഇത്രയും പാവം മാത്രം ഇത് ചെയ്ത ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് ഇട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത്, എന്തായാലും പറയുക, അണിഞ്ഞൊരുങ്ങുക എന്നുള്ള. അപ്പോൾ ഒരു ഹിന്ദി നടന്മാരെയോ തമിഴ് നടന്മാരെയൊക്കെ നോക്കി അവരങ്ങനെ ഒരു നോർമൽ ക്യാരക്ടറാണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യില്ല. നോർമൽ ക്യാരക്ടർ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആരും മേക്കപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് സിനിമ പോലെ തന്നെ ഒരു സ്പെഷ്യൽ എഫക്റ്റ് പോലെ തന്നെയാണ് മേക്കപ്പിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് ഇത് നമുക്ക് പരീക്ഷിച്ചുകൂടാ? ഇത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന സംഭവമൊന്നുമല്ല. നമ്മുടെ സിനിമയിൽ എന്തിനും മേക്കപ്പ് എന്തിനാണ്? ഞാനെടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു ടെലിഫിലിം ചെയ്തപ്പോൾ അതിൽ മേക്കപ്പിലാണ് അഭിനയിച്ചത്. ടെലിഫിലിം ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ. അപ്പോൾ എനിക്കതിന് കുറവൊന്നുമില്ല, ക്യാരക്ടറിന് കുറച്ച് ഡെപ്ത് കൂടിയ പോലെ ഒരു ഫീലിംഗ് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാണ്ട് മേക്കപ്പ്മാർ വേണ്ടെന്ന് വെച്ചിട്ടും അത് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. അങ്ങനെ മേക്കപ്പ് ഇല്ലാതെ സിനിമ എടുത്ത് കളയാന്നൊരു സന്ദേശമൊക്കെ നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര നടന്മാർക്ക് പെട്ടുപോകും.
അതല്ല, മേക്കപ്പ് വേണം, മേക്കപ്പ് ഇതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ഒരു നോർമൽ ഒരു കഥക്കൊന്നും മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അത് മേക്കപ്പ് ആവശ്യപ്പെടുന്ന സ്ഥലത്ത്, നമുക്കിപ്പോൾ ആഹാരം ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ കഴിക്കണം. ഇതുവരെ നല്ല അഭിനയം നടത്തിയിരുന്ന സലീം കുമാർ, എന്നാൽ ഇനി സംവിധാനവും തിരക്കഥയും അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുകയാണ്. അതിലേക്ക് പണം മുടക്കി അങ്ങനെ ഒരു റിസ്ക്, അത് എന്തുകൊണ്ടാണ് അത് അങ്ങനൊരു പരീക്ഷണത്തിന് ഏർപ്പെടാൻ കാരണം? ഞാൻ വിചാരിച്ചാൽ ഒരു പ്രൊഡ്യൂസറെയൊക്കെ കിട്ടാൻ വലിയ പാടുള്ള കാര്യമല്ല, വളച്ചെടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു രാത്രി സഞ്ചാരിയാണ്, എനിക്ക് മുന്നിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുട്ടാണ്, ഇതിലൂടെ ആരും സഞ്ചരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒരാളെ കൂട്ടിന് വിളിക്കുമ്പോൾ അയാളുടെ പ്രൊട്ടക്ഷൻ ഞാൻ ഏറ്റെടുക്കണം. അല്ലാണ്ട് ചുമ്മാ ഒരാളെ കൂട്ടിന് വിളിച്ച് അയാളെ കൊല കൊടുക്കാൻ ഞാൻ ദീർഘനാൾ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നു അല്ലേ? ഒരു വേറെ തരത്തിൽ അത് താങ്കൾ വേണ്ട എന്ന് നിശ്ചയിച്ചത് കൊണ്ടാണോ അതോ എന്തായാലും ഇനിയൊരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുന്നുള്ളൂ. ഇപ്പോഴും എൻ്റെ സുഹൃത്തായ ലാൽ ജോസ് എന്നോട് പടത്തിൽ അഭിനയിക്കാം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാം. ഞാൻ പറഞ്ഞു ഇനി അടുത്ത പടത്തിൽ അഭിനയിക്കാം. അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 6 മാസം കൂടി ഒരു കാലാവധി വേണം, എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ ഇത്രയൊക്കെ അല്ലാണ്ട് ഒരുപാട് അഭിനയിച്ചു മതിയായി എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറയുന്നത്. ഇനി 6 മാസം കഴിഞ്ഞിട്ട് മതി. എനിക്കിപ്പോൾ ഒരു കോടീശ്വരനായിട്ട് ഇവിടുന്ന് പോകണമെന്ന് ഒരാഗ്രഹമില്ല, കോടികൾ അട്ടിയിട്ട് പോകണമെന്ന് ഒരാഗ്രഹമില്ല. പിന്നെ ഞാൻ എന്തിനാണ് രാവുക ഇല്ലാതെ അവിടെ ഈ സിനിമയെ കിടന്ന് അധ്വാനിക്കുന്നത്? ഇപ്പോൾ ലാലിസം ഒരു വിവാദത്തിലേക്ക് വന്നു. ഒരു പൈസ സർക്കാരിൻ്റെ ഏതെങ്കിലും കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചാടി വീഴുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് സലീം കുമാർ മാത്രമാണോ വ്യത്യസ്തനായി നിൽക്കുന്നുള്ളൂ? അത് മറ്റുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ അവർ ചെയ്യുന്നത് ഒന്ന് മോശമാണെന്നൊന്നും ഞാൻ പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പോൾ അത് മോശമാണ് ഇത് മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ലാലിസം വിവാദം അല്ല, ഇപ്പോൾ ലാലിസം ഒരുപാട് വിവാദമുണ്ടല്ലോ. മോഹൻലാൽ ഫേമസ് ആയതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ആയുധങ്ങൾ എടുത്തു മാത്രം. അതിൽ അപ്പുറത്തുള്ള സംഭവങ്ങളൊക്കെ ദേശീയ എയിംസിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ ഒരു കേസിൽ പ്രതിയായപ്പോൾ അങ്ങേരുടെ കൂടെ നമ്മൾ അമ്പുകൾ കൂടുതൽ ചെയ്തു. കാരണം അങ്ങനെ അറിയാം, ഓരോ കുഞ്ഞിനും അറിയാം. അതേപോലെ മോഹൻലാലിനെ ഓരോ കുഞ്ഞിനും അറിയാം. അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനുള്ള ഇത് കേൾക്കാനും ആളുകൾക്കൊരു രസം ഉണ്ടാവും. അല്ല വേറെ എത്രയോ പേര് ഇത് ചെയ്തിട്ടില്ല. അല്ല, പക്ഷെ മമ്മൂട്ടിയൊക്കെ ഉടൻ തന്നെ പുള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നു. അല്ല, അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സഹപ്രവർത്തന നിലയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത, അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ചരിത്രം പരിശോധിച്ചുകൊണ്ട് ജെ സി ഡാനിയൽ മുതൽ ഇങ്ങോട്ട് കയ്യിലുള്ള പണം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയവരൊക്കെ അവസാനം വലിയ ബുദ്ധിമുട്ടിലായി. ആ പേടിയൊന്നും താങ്കൾക്കില്ലേ? ആരെ പേടിക്കണം, എന്തിനു പേടിക്കണം? ഞാൻ എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് കൈമാറി സ്വത്തൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല. ഞാൻ എന്തൊക്കെ പൈസ നശിപ്പിക്കല്ലേ ഇത്? അത് ലോകത്ത് അങ്ങനെ തന്നെ പറയാം, ലോകത്തിൽ ആരും ചെയ്യാത്തൊരു സംഭവം, ഒരു ചേഞ്ച് അത് ഈ പടത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അത് പരാജയമാണെങ്കിൽ ആ പരാജയം ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരച്ചെമ്മീൻ വംശനാശം നേരിടുന്നു എന്ന് കണ്ടപ്പോൾ ആരാൻ്റെ സ്ഥലത്ത് സ്വന്തം പണം ചെലവിട്ട് കാരച്ചെമ്മീൻ ഉണ്ടാക്കി പുഴയിൽ ഒഴുക്കാൻ തീരുമാനിച്ച് പ്രവർത്തിച്ച ആളാണ് താങ്കൾ. കരിമീൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ടാണ് ഏർപ്പെടുന്നത്? ഇതിന്റെ ഒരു സംതൃപ്തി എന്താണ്? അതിനോടുള്ള സമീപനത്തിൽ താങ്കളുടെ മാനസിക നില എന്താണ്? അതെന്ന് വെച്ചാൽ ഞാനൊരു പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരിമീൻ വംശനാശത്തിലേക്ക്, നമ്മുടെ നാട്ടുകാരനല്ല കരിമീൻ, ആഫ്രിക്കക്കാരനാണ്. അപ്പോൾ എൻ്റെ പൗരധർമ്മം ആളിക്കത്തുകയും ഉണ്ടായി. അങ്ങനെ പൗരധർമ്മം ആളിക്കത്തിയപ്പോൾ ഞാൻ ഒരു കരിമീന് 7 രൂപ വെച്ചിട്ട് ഈ കരിമീൻ വാങ്ങിച്ചിട്ടിട്ട് എനിക്ക് 13 ഏക്കർ കെട്ടുള്ളതിൽ 1 ഏക്കർ സെപ്പറേറ്റ് വളച്ചെടുത്തു. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവമുണ്ട്, പൊക്കാളി കൃഷി കഴിഞ്ഞ് അതിന് ശേഷമുള്ള സമയത്ത് ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പൊക്കാളി കൃഷിക്ക് വരുന്ന ഒരു 3-4 മാസം നാട്ടുകാർക്ക് ഇറങ്ങാം ഈ ചെമ്മീൻ വളർത്തൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ മാത്രം ചെറിയ സ്ഥലം, ഈ 13 ഏക്കറിൽ 1 ഏക്കർ മാത്രമാണ് ഇതിന് വേണ്ടി ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ലക്ഷ്യം. അതിനകത്ത് ഏഴിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ പറയണം ഞങ്ങൾ ഇതിനകത്ത് വീശും എന്ന് പറയണം. എന്നോടല്ല, അവിടെ ജോലിക്കാരോട്. അപ്പോൾ ആ ജോലിക്കാരൻ വന്ന് പറഞ്ഞു, യൂണിയൻകാർ പറയണം. അപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യില്ല, കാരണം ഞാൻ കോൺഗ്രസ്സുകാരനായ എതിർ പാർട്ടിയാണെന്ന് വെച്ചിട്ട് ഞാൻ ശർമ്മചേട്ടന് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഇല്ല സലീം, അതൊരിക്കലും ചെയ്യില്ല, നമ്മുടെ പ്രവർത്തകരാരും ചെയ്യുമെന്ന് പറഞ്ഞു. CPM-കാർ ചെയ്യില്ലെന്ന് പറഞ്ഞു.
അപ്പോൾ നമുക്ക് പിന്നെ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഉൾനാടൻ കർഷകരെന്ന് വെച്ചാൽ ചെറിയ ബി ചെറിയ എൻ്റെ ബി ചെറിയ പാർട്ടിക്കാരാണ്. അവർ ഇത് ഇത്രയുള്ള ജമീൻ വീശി തൃപ്തിയായി ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ നാട് നന്നാക്കാൻ പൗരധർമ്മം ആളിക്കത്താതെ ഒരുപാട് എന്നാലും കത്തിപ്പൂ എടുക്കുക വെച്ചിട്ട്. മലയാള സിനിമ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ക്രൈസിസ് നേരിടുന്നുണ്ടോ? ആ ക്രൈസിസ് പരിഹരിക്കാൻ ഇങ്ങനെയും സിനിമ ചെയ്യാം, ചിലപ്പോൾ വിജയിക്കട്ടെ പരാജയപ്പെടട്ടെ, ഒരു പരീക്ഷണം അത് സലീംകുമാർ നടത്തുന്നുള്ളോ? ക്രൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും നേരിടുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തമിഴ് സിനിമ അത് ആരഭിനയിച്ചാലും ആര് സംവിധാനം ചെയ്താലും ഇവിടെ തിയേറ്റർ. പക്ഷേ മലയാള സിനിമ തിയേറ്റർ കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ നമ്മുടെ മലയാള സിനിമ തമിഴ്നാട്ടിൽ ചെന്നാൽ അവർക്ക് ഇപ്പോഴും മലയാള സിനിമയിൽ ഇപ്പോഴും ഇറങ്ങിയ ചെമ്മീനാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. താങ്കൾ പാടിയെന്ന് പറഞ്ഞു? പാടിയോ? ഞാൻ പാടാണ്ട് നിവൃത്തിയില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഒരു പടം നെടുഞ്ചാല് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സലീം ഒരു പാട്ട് പാടാം മലയാളം. ഇയാൾ മലയാളിയാണ് ഇയാൾ, പക്ഷെ തമിഴാണ് സംസാരിക്കുന്നത്, മലയാളിയാണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഏതൊരു പുതിയ പാട്ട് പാടി. ഇത് മലയാളിയാണെന്നൊരു സംഭവം കിട്ടൂല എന്നുണ്ടെങ്കിൽ 3-5 പാട്ട് പാടി. എന്നിട്ടും ഒരു തൃപ്തിയായില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാട്ടെന്ന് പറഞ്ഞു. പാടാൻ പറഞ്ഞു. പുത്തം പളക്കാറേ പുണ പളക്കാറേ പുറക്കാട്ട ഓക്കെ ടേക്ക്. അവരുടെ മനസ്സിൽ ഇപ്പോൾ ചെമ്മീൻ മാത്രമേ ഉള്ളൂ. പുതിയ തലമുറകളുടെ സിനിമാ സങ്കല്പങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ എന്ന പേരുള്ള സിനിമകളുടെ ഒരു കുത്തൊഴുക്ക്. ഈ സാഹചര്യത്തിൽ താങ്കളെ പോലുള്ള ആളുകളെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണോ അത്തരം സിനിമകളിൽ നിന്നും താങ്കൾ ഒഴിവാകാനുള്ള ഒരു കാരണം? അല്ല, ആവശ്യമില്ല എന്നുള്ളത് എൻ്റെ കുഴപ്പമാണ്. അവർ കുടുംബൻ്റെ കാര്യമില്ല. സലീംകുമാറിന് നടന്ന ആവശ്യമുണ്ടെങ്കിൽ അവർ പിടിച്ചിരിക്കും. പിന്നെ ന്യൂ ജനറേഷൻ എന്ന് വെച്ചാൽ ഇവരൊരു ഏത് സിനിമയിലാണ് ഒരു സോഷ്യൽ ഇഷ്യൂ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്? ഏത് സിനിമയിലും ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്. ഇവരുടെ പൊളിറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവാണ്. പഴയ സിനിമയിൽ കള്ളുകൂടിയായിരുന്നു. കള്ളുകൂടി ന്യായീകരിക്കല്ലേ, ഭാര്യയായിട്ട് വന്നിട്ട് ഒച്ചപ്പാട് ഇടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ സൈലൻറ്റ് മൂമെൻറ്റ്സും ബാക്കിയായിരിക്കുന്നതാണ്. അപ്പം മറ്റതാണ് ഒരു കള്ളു കുടിച്ച് പിറ്റേ ദിവസം ഭാര്യയായിട്ട് സൗഹൃദത്തിലായി അവരുടെ ഒരു കുടുംബജീവിതത്തിൻ്റെ അതിപ്പോൾ പരിച്ഛേദം കാണിക്കുന്ന കള്ളുകൂടിയായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന കള്ളുകൂടിയില്ല, ഈ മയക്കുമരുന്ന്. ഇപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് മയക്കുമരുന്നിനാണ് പിള്ളേർ പിടിച്ചേക്കുന്നത്. ഈ ന്യൂ ജനറേഷൻ സിനിമാക്കാരാണ് കഞ്ചാവും മയക്കുമരുന്നും പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അത് എത്രത്തോളം താങ്കളിപ്പോൾ പറഞ്ഞല്ലോ ഒരു സിനിമയായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് അത് ന്യൂ ജനറേഷൻ സിനിമ അടച്ചാക്ഷേപിക്കാന്ന് പറയില്ലേ? ഒരു വീട്ടിൽ ഒരുത്തും തെറ്റുകാരൻ ഉണ്ടാവാം. അത് പഴയ ജനറേഷനുള്ള ആൾക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ന്യൂ ജനറേഷനുള്ള ആൾക്കാർ മാത്രം അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. പഴയ ജനറേഷൻ ഒരുപാട് പേരിന് നമുക്ക് പറയാൻ പറ്റും. സലീംകുമാർ മദ്യപിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മദ്യപിക്കുന്ന ആളായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഒരു തിക്താനുഭവം ശാരീരികമായി പേറുന്ന ആളുമാണ്. അതിൻ്റെ ഒരു നല്ല രീതിയിൽ ഒരു വായന, അതോടൊപ്പം നല്ല മദ്യപാനം, നല്ല സുഹൃത്ത് ബന്ധം, അങ്ങനെ നിങ്ങളുടെ വേറൊരു രൂപം തന്നെയായിരുന്നു. ശാരീരികമായി തന്നെ വേറൊരു രൂപത്തിലേക്ക് മാറിയിരുന്നു. അതെല്ലാം മാറി മദ്യത്തിൻ്റെ ഒരു തിക്താനുഭവം അറിയുന്നു. അങ്ങനെയുള്ള സലീംകുമാറിനാണ് എന്താണ് ഈ സമൂഹത്തോട് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ മയക്കുമരുന്നിൻ്റെ വലിയ ദൂഷ്യവശങ്ങളെ പറ്റി എന്താണ് ഇത് ശരിക്കും നമ്മുടെ കലാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഞാനൊരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരു 3 പെഗ്ഗടിക്കാണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പോകാൻ പറ്റില്ല. അത് വിശ്വാസമാണ് എൻ്റെ. എന്നാലും എൻ്റെ പ്രസംഗം ശരിയാവുകയുള്ളൂ. എനിക്ക് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരു മാറ്റമുണ്ട്. നമ്മുടെ കുറേ വിശ്വാസങ്ങളുണ്ട്. 2 അടിക്കണം. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കണം, 2 അടിച്ചാലൊന്നും അവർ ചോദ്യങ്ങൾക്ക് എന്താണ് ശക്തിയുക്തമായിട്ട് മറുപടി പറയാം എന്നൊക്കെയുള്ള അത് നമ്മുടെ അന്ധവിശ്വാസം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിശ്വാസമാണ്. അതിൻ്റെ ഒരിക്കലും ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഈ മയക്കുമരുന്ന് ചുറ്റുപാടുകളൊക്കെ ഒരുപാട് കാരണങ്ങളാവാം. അത് കോൺഗ്രസ്സുകാരനാണല്ലോ, സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ വലിയൊരു രണ്ട് നിലപാടുകാരുണ്ട്. ഒന്ന് VM സുധീരൻ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ ആളും, എന്നാൽ ഇതൊക്കെ വേണമെന്ന് മൃദു നിലപാടുള്ളവരുണ്ട്. അതിന് തങ്ങൾ ആരുടെ കൂടെയാണ്? ഇപ്പോൾ ഈ ബാറിൻ്റെ നിലവാര തകർച്ചയാണല്ലോ നമ്മുടെ പൂട്ടാനുള്ള ഒരു കാരണം. നിലവാരമില്ലായ്മ,
മോശം സാഹചര്യം. സലീംകുമാറൊക്കെ ചാരായുള്ള സമയത്ത് തുടങ്ങിയിട്ടുണ്ടോ? അതെ അതെ, നമ്മൾ ചാരായുള്ള സമയത്ത്. അപ്പോൾ ഈ ബാറിൻ്റെയൊക്കെ ഈ നിലവാര തകർച്ച കാരണം പൂട്ടുന്ന ആളുകൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എന്താ നിലവാരമുള്ളത്? കോൺഗ്രസിനകത്തെ നേതാക്കന്മാരെ താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? താങ്കൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധമില്ലാത്ത ആൾക്കാർ കോൺഗ്രസ്സുകാര്. അപ്പൊ പിന്നെ കോൺഗ്രസ് തുടരുന്നത് അല്ല. ഇത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കൊമ്പിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ അച്ഛനമ്മയും മകനായിട്ട് ജനിച്ച പോലെ തന്നെയാണ് കോൺഗ്രസ്സിൽ ചെയ്തത്. ഇപ്പോൾ ഈ വാട്സാപ്പിലൊക്കെ കാര്യമായിട്ട് പ്രചരിക്കുന്നുണ്ട് സലീം കുമാറിൻ്റെ 100 തമാശകൾ, ആസ് സൂൺ ആസ് റീസൺ ആസ് പോസിബിൾ, പിന്നെന്താ ദുബായിൽ കൂലിപ്പണി, ആ തരത്തിൽ ആളുകൾ ആഘോഷിച്ച തമാശകൾ അവസാനിപ്പിച്ചോ സലീം കുമാർ? ഇനി അങ്ങനത്തെ വേഷം അല്ല, ഞാനിപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഹ്യൂമറായി തരുന്നത്. എനിക്ക് അങ്ങനെ ഹ്യൂമറുള്ള വേഷങ്ങൾ കിട്ടുന്നില്ല. എന്നെ സീരിയസ് ആയിട്ട് വരുന്നത് എനിക്ക് താല്പര്യമില്ല. സിനിമയിൽ ഒരുപാട് പേര് കൃഷി അല്ലെങ്കിൽ ജൈവ കൃഷി, പരിസ്ഥിതി സംരക്ഷണം അങ്ങനെയുള്ള വലിയ ബോധത്തിലേക്ക് തിരിച്ചു വരികയും മാതൃകാപരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം? ഞാനെന്ന് വെച്ചാൽ ഒരു ബൈ ബർത്തിൻ്റെ ഭാഗമാണ്. ഇത് ഒരു കൃഷി, എൻ്റെ വീട്ടുകാർ വലിയ കൃഷിക്ക് 25 സെൻറ്റ് ഭൂമി ഞങ്ങൾക്ക് ആകുള്ളൂ, അങ്ങനത്തെ സ്ഥലത്താണ്. പക്ഷേ അവിടെ അത്യാവശ്യം കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പല സ്ഥലത്തും ഇത് ഒരു എൻ്റെ കൃഷി ഓർമ്മകളിൽ എനിക്ക് ഇതുള്ള ചേന. അപ്പോൾ ഒരു ഫെബ്രുവരി ഒക്കെ ആണ് കുംഭമാസത്തിലാണ് ഈ ചേന വെക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്ന സമയങ്ങളിലും ചാണകമൊക്കെ പൊതിഞ്ഞ് ഈ ചേന ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കറിയാം എനിക്ക് തുണിയില്ലാണ്ട് നിൽക്കേണ്ട സമയം വന്നു. 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. വാ എന്ന് പറയും. ഒരു ചന്ദ്രന്, പൂർണ്ണചന്ദ്രൻ ഉച്ച ചെയ്യുന്ന സമയത്ത് വാ അച്ഛൻ വിളിക്കും. അമ്മയെ വിളിച്ചിട്ട് അവർ എന്താ എന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ നിക്കറേണ്ട് ഊരി കളഞ്ഞിട്ട് വാ ഇതെടുത്തിട്ട് ഇങ്ങനെ കാണിക്കാൻ പറയും. ഈ ചേന എടുത്തിട്ട് ചന്ദ്രനെ കാണിക്കണം, എന്നിട്ട് കുഴിയിലിട്ട് വെക്കണം. അപ്പോൾ എന്നെ കൊണ്ട് അത് ചെയ്യിക്കണേ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനവർ അല്ലെങ്കിൽ ചോറ് കിട്ടില്ല, അതിൻ്റെ പേരിൽ ചേന എടുക്കും, മേപ്പോട്ട് കാണിക്കും, ചന്ദ്രനെ കാണിക്കും, താഴത്തും. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ കുംഭമാസത്തിലെ പൗർണമി ഇങ്ങനെ ഇതേപോലെ ചേന വന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ചേന ഈ ചന്ദ്രനെ കാണിച്ചിട്ട് ഇതിൽ വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തുടങ്ങി അറിയാതെ ഒരു സ്പൂൺ ഫീഡിങ് പോലെ ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റികൾ ആഘോഷിക്കുന്ന കൃഷി, അതേസമയം തന്നെ നമ്മൾ അറിയാതെ പോകുന്ന യഥാർത്ഥ കൃഷിക്കാർ വേറെയും ഉണ്ടല്ലോ. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു വരുമ്പോൾ ജെന്യൂനായി താങ്കളുടെ കൂടെ ഉള്ളതാണ് കൃഷി, അല്ല സിനിമയിൽ വന്നതിന് ശേഷം കൃഷി ചെയ്യുന്നതല്ല. ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ ജന്മന ഒരു കർഷകനാണ്, പക്ഷെ അതാർക്കും അറിയില്ല. മേനോൻ സാറ് കർഷകശ്രീക്കുള്ള ഒരു പഞ്ചായത്തിന്റെ കർഷകശ്രീ അവാർഡ് വാങ്ങിച്ച ഉള്ള ആളാണ്. അപ്പൊ ഈ ആഘോഷിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള കാർഷിക മേഖലയെ തെറ്റായ ഒരു ധാരണയ്ക്കുള്ള പ്രോത്സാഹനമായി സർക്കാർ സമീപനം തന്നെ മാറുന്നുണ്ടോ? അല്ല, ഞാൻ വേറെ കാര്യം പറയാം. ഈ ഒരിക്കലും കൊച്ചുകുട്ടികളെ കാണിക്കാൻ പറ്റില്ല സെലിബ്രിറ്റികളുടെ പഠിപ്പിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഞാനടക്കമുള്ള സെലിബ്രിറ്റികൾ, അല്ലാണ്ട് ഞാൻ സലീംകുമാർ മാറി നിന്നിട്ടല്ല. ഇത് കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച ആപത്താണ്. കാരണം ഇവൻ കാണുന്നത് ഈ സ്പൂൺ ഫീഡിങ് തന്നെ ആണല്ലോ അവന് കിട്ടുന്നത്. ഇവൻ കാണുന്നത് സെലിബ്രിറ്റി ഈ കൃഷി നടത്തുന്നു, പത്രക്കാർ വരുന്നു, സെലിബ്രിറ്റി കൃഷി നടത്തുന്നു, വെള്ളമുണ്ട്, സാരി, പാൻ്റൊക്കെ ഇട്ടിട്ട് കൃഷിയുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരുന്നു. ഇവൻ്റെ മനസ്സിലെ കൃഷി അതായിരിക്കും. അതല്ല യഥാർത്ഥ കൃഷി. യഥാർത്ഥ കൃഷി ചേറിലും ചേണിലും നഷ്ടവും കടവും ഇതാണ് കൃഷി എന്നവന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവൻ്റെ മെമ്മറിൽ സംഭവമുണ്ട്. ഇതെങ്ങനെ വിജയിപ്പിച്ചെടുക്കാം? കാരണം ഇവന് കാണുന്നത് ഇപ്പോൾ സലീംകുമാർ ഇന്ന് ചെയ്തു ടി വിയിൽ അയാൾ കൃഷി ചെയ്തിട്ട് അവന് കൃഷി ചെയ്തിട്ടാണെന്നുള്ളതാണ്. ടി വിക്കാർക്ക് വേണ്ടി എൻ്റെ കർഷകനൊന്നുമില്ല. പിന്നെ എപ്പോഴെപ്പോഴും സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ കൃഷി എന്തെങ്കിലും കാണിക്കാമെന്ന് വെച്ചാൽ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന് അപ്പോൾ ഒരിക്കലും കൊച്ചു കുട്ടികളെ സെലിബ്രിറ്റികളുടെ കൃഷി കാണിച്ചിട്ട് പഠിപ്പിക്കാൻ നോക്കരുത്. എതിരഭിപ്രായം പറയുന്ന ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സിസ്റ്റം, അതിനെക്കുറിച്ച് താങ്കൾ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള അഭിപ്രായം തന്നെയാണോ? അങ്ങനെയുണ്ടോ? അത് മലയാള സിനിമയിൽ മാത്രമല്ല, മലയാള സിനിമ മാത്രം പ്രത്യേകതയല്ല, മലയാളത്തിലെ
എന്തിൻ്റെയും പ്രത്യേകതയാണ്. താങ്കൾ നേരത്തെ ഇതേ വേദിയിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കവേ പറഞ്ഞത് സൂപ്പർ താരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ താരാധിപത്യം സിനിമയ്ക്ക് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പുതിയതായ ആളുകൾ ഉയർന്നു വരുമ്പോൾ അവരെ ചവിട്ടി താഴ്ത്തുന്നതിനെക്കുറിച്ച് താങ്കൾ കൃത്യമായി പറഞ്ഞു. അതേ നിലപാട് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നാണോ, അതോ അതൊക്കെ പരിഹരിക്കപ്പെട്ടു? അല്ല, സൂപ്പർ താരങ്ങൾ ചവിട്ടിത്താത്തുന്നു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പുതുതായി വരുന്ന ആളുകളെ അല്ലല്ല, അത് മലയാള സിനിമയിലുണ്ട്. അല്ല, അത് എന്ന് വെച്ചാൽ അത് സിനിമയിൽ മാത്രമല്ല, ഇവരുടെ ഒരു സാമ്രാജ്യം, നമ്മളുടെ ഒരു സാമ്രാജ്യം, അതിന് വിശാലമായിട്ടുള്ള ഒരു ഹൃദയമൊക്കെ വേണം. അവൻ വരാനുള്ള വന്നിരിക്കും എന്നുള്ളത്. അതിപ്പോൾ സൂപ്പർ താരങ്ങളെന്നല്ല, ഏത് സൂപ്പറുകളും, അത് പൊളിറ്റിക്സിലെ സൂപ്പർ താരങ്ങളായാലും സ്പോർട്സിലെ സൂപ്പർ താരങ്ങളായാലും. ഇപ്പോൾ ധോണിയെക്കുറിച്ചിട്ട് യുവരാജിൻ്റെ അച്ഛൻ ഇത് ഇറക്കിയല്ലോ. ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടുള്ള കാര്യം താങ്കൾ ഒരു ശരിക്കും പറഞ്ഞ റിബലായിരുന്നു. ആ റിബലായി തന്നെ തുടരുകയാണ് ഇപ്പോഴും. അല്ല, ദേശീയ അവാർഡിന് വിട്ടുകളഞ്ഞു, ഞാനേ വിട്ടു അത്. അപ്പോൾ ദേശീയ അവാർഡ് എനിക്കത് ഇത് പണ്ടാണ്ട് പറഞ്ഞു കിട്ടിയും പോയി, അത് തിരിച്ചേൽപ്പിക്കാനും പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് എന്ത് വന്നാലും അവസാനം ട്രാൻസ്പോർട്ട് വണ്ടിയാണെങ്കിൽ അത് സ്റ്റാൻഡിൽ കയറാണ്ട് പോകില്ലെന്ന് പറഞ്ഞ പോലെ സലിംകുമാറിൻ്റെ ഇൻ്റർവ്യൂ ആണ് ദേശീയ അവാർഡിലും വിട്ടാതെ പോകില്ല എന്നൊരവസ്ഥ ഇത് ഞാൻ വിട്ട് കളഞ്ഞത്. അത് കിട്ടി, അതിൻ്റെ ഇത് വാങ്ങിച്ചു, ആ പരിചയം തീർന്നു, എല്ലാം തീർന്നു. അത് വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ കാശ് തീർന്നു. അപ്പോൾ കാരണം വൈഫ്, ഞാൻ 2 കുട്ടികൾ, എനിക്ക് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ഫ്രീ ആയിട്ടുള്ളൂ, മറ്റൊരു കാശ് കൊടുക്കണം. ഏറ്റവും അവസാനമായി പുതിയ സിനിമ കമ്പാർട്ട്മെന്റ് വന്നിരിക്കുന്നു, താങ്കളുടെ പുതിയൊരു വഴി വെട്ടി തുറക്കുകയാണ്. എന്താണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവഗണിക്കപ്പെട്ട ഒരു സമൂഹം ആണ് ഈ മെൻ്റലി റിട്ടാർഡ് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു വാക്ക് പോലും ഇല്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഭിന്നശേഷി എന്ന വാക്ക് പത്രത്തിൽ ഞാൻ കണ്ടേക്കണം. അടുത്ത കാലത്ത് ഭിന്നശേഷി, അതിനു മുമ്പ് ഇവരെ വിളിച്ചിരുന്ന മന്ദബുദ്ധികൾ എന്നായിരുന്നു. അത് ആർക്കോ എന്തോ അലിവ് തോന്നിയിട്ട് ക്ലാസിക്കൽ പദവി കിട്ടിയ ഈ തുഞ്ചൻ്റെ ഭാഷ ആ ശാരി ഇരുന്നിട്ട് ഡിക്ഷണറി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നല്ലൊരു വേർഡ് അവർക്ക് വേണ്ടി പറയാൻ വേണ്ടി. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ അവരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളാരും തിരിഞ്ഞു നോക്കാറില്ല അവരെ. ഇതെല്ലാമാണ് കമ്പാർട്ട്മെൻറ്റ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.